നമസ്കാരം. ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ജീവിതത്തിൽ നല്ലൊരു പക്വതയുള്ള വ്യക്തിത്വം വികസിപ്പിച്ചെടുക്കുന്നതിന് സഹായിക്കുന്ന 6 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, അക്സെപ്റ്റ് ദ റിയാലിറ്റി. ജീവിതത്തിൽ എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ സംഭവിക്കണം എന്ന് വാശി പിടിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ സാഹചര്യങ്ങളും ഫാമിലിയും നമ്മുടെ ജോലി സ്ഥലവും അതുപോലെ ഒരുപാട് സാഹചര്യങ്ങളുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള പലതും അപ്രതീക്ഷിതമായി സംഭവിച്ചേക്കാം. എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് നാം വിചാരിക്കുന്നത് പോലെ നടക്കണം എന്നില്ല. അത് വിചാരിച്ച് നാം വിചാരിച്ചതുപോലെ നടന്നില്ല എന്ന് കരുതി അതിനെക്കുറിച്ച് ആലോചിച്ച് തലപുകഞ്ഞ് ടെൻഷനായി ഡിപ്രഷൻ അടിച്ച് കാലം കഴിച്ചു കൂട്ടാതെ സംഭവിച്ച കാര്യങ്ങളെ അംഗീകരിക്കാനും അതിനെ അക്സെപ്റ്റ് ചെയ്യാനും നാം തയ്യാറാകണം. ഒരുപക്ഷെ പ്രകൃതി ദുരന്തങ്ങൾ, നമ്മുടെ കുടുംബത്തിലെ മറ്റു കാര്യങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തെ ബാധിച്ചേക്കാം. അല്ല എങ്കിൽ നമ്മുടേതു തന്നെയായ അബദ്ധങ്ങളിലൂടെ, തെറ്റുകളിലൂടെ നാം വിചാരിക്കാത്ത കാര്യങ്ങളിൽ ചെന്നുപെട്ടേക്കാം. അതിനെയൊക്കെ നാം മനസ്സിലാക്കുക. ഇത് സംഭവിച്ചു കഴിഞ്ഞു. സംഭവിച്ചതിനെ ഒരിക്കലും മാറ്റാനോ മായ്ച്ചു കളയാനോ നമുക്ക് കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് എങ്ങനെയാണ് കരകയറുക എന്ന് ആലോചിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ഏതെങ്കിലും വിധത്തിൽ ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെ, അതിൻ്റെ ആഘാതം കുറയ്ക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ എന്ന് നാം ചിന്തിക്കുകയല്ലാതെ അതിനോട് ഫൈറ്റ് ചെയ്യാനോ ആ സംഭവത്തിനോട് എതിരിട്ട് നിൽക്കാനോ നാം ശ്രമിക്കരുത്. മറിച്ച് ആ സാഹചര്യത്തെ നാം അംഗീകരിക്കുന്നു. ഇത് സംഭവിച്ചു കഴിഞ്ഞു, ആ തെറ്റെനിക്ക് പറ്റി, ഇനി പറ്റാതിരിക്കാൻ ഞാൻ എന്തു ചെയ്യണം? അല്ല എങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ വന്നുപെടാതിരിക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ആലോചിക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെയും മുഴുവൻ സംഭവങ്ങളെയും സംഭവിച്ചു കഴിഞ്ഞതിനെ നാം അക്സെപ്റ്റ് ചെയ്യാൻ, അംഗീകരിക്കാനുള്ള ഒരു പാഠവും ഉണ്ടാക്കിയെടുക്കുക. അത് നമ്മുടെ പക്വത വർദ്ധിപ്പിക്കും. പക്വതയോടുകൂടി ആ സാഹചര്യത്തെ കാണാനും അതിനോട് പ്രതികരിക്കാനും നമ്മെ പഠിപ്പിക്കും. ഈ ലോകത്തുള്ള എല്ലാം നമ്മുടെ മാത്രം കൺട്രോളിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാതെ സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും ഒക്കെ പലപ്പോഴും നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുമെന്നും അത്തരത്തിലുള്ള സ്വാധീനം കാരണം ഇത് സംഭവിച്ചു കഴിഞ്ഞു, അതിനെ ഞാൻ അംഗീകരിക്കുന്നു, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് എന്ത് ചെയ്യണം? ഈ മൈൻഡ് സെറ്റ് ആയിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ജീവിതത്തിൽ പക്വത നേടാൻ സഹായിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കൺട്രോൾ യുവർ ഇമോഷൻസ്. നമ്മുടെ വികാരത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം. വൈകാരികമായി ചിന്തിച്ചുകൊണ്ട് വൈകാരികമായി പ്രതികരിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ വ്യാപ്തി ഒരുപാട് വലുതായിരിക്കും. നമ്മുടെ ദുഃഖങ്ങളെ, നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ സന്തോഷത്തെ, നമ്മുടെ മറ്റു വൈകാരിക അവസ്ഥകളെ കൃത്യമായി നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം. മറ്റാരെങ്കിലും നമ്മളെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ, മറ്റാരെങ്കിലും നമ്മളെ സന്തോഷിക്കുമ്പോൾ, മറ്റാരെങ്കിലും നമ്മളോട് സങ്കടപ്പെടുത്തുമ്പോൾ ഒക്കെ വൈകാരികമായി അതിവൈകാരികതയോടുകൂടി നാം പ്രതികരിക്കാതെ നമുക്ക് നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ, ഒരു ഇന്നർ പവർ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ വൈകാരികമായി പ്രതികരിക്കേണ്ട സമയത്ത് ഒരു 1-2 സെക്കൻഡ് നമ്മളൊന്ന് കൂളാകുകയും ഒരു ഡീപ് ബ്രീത്ത് എടുക്കുകയും എന്നിട്ട് അതിന് അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് പക്വതയോടുകൂടി ആ കാര്യങ്ങളെ, ആ വൈകാരിക അവസ്ഥയെ സമീപിക്കാൻ കഴിയും. അങ്ങനെ നമ്മുടെ സകല വൈകാരികതയെയും നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ്, അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ നാം പ്രാക്ടീസിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കണം. മൂന്നാമത്തെ കാര്യം, ടേക്ക് കെയർ ഓഫ് യുവർ മെന്റൽ ഹെൽത്ത്. നമ്മുടെ മാനസിക ആരോഗ്യത്തെ നമ്മൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാകുമ്പോൾ, ഒന്ന് പനിക്കുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുകയും അതിനുള്ള പരിഹാരം തേടുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മുടേതുണ്ട്. എന്നാൽ മാനസികമായിട്ടുള്ള ചെറിയ ചെറിയ പ്രയാസങ്ങൾ പോലും അത് ദിനേന വർദ്ധിച്ചു വലിയ പ്രയാസങ്ങൾക്ക് കാരണമാകും.
ഡിപ്രഷനിലേക്കും ടെൻഷനിലേക്കും ഒക്കെ പോയി അതൊരുപാട് വലിയ പ്രയാസങ്ങളാകുന്നതിന് മുന്നേ അതിനെ നമ്മൾ തിരിച്ചറിയുക. മെഡിറ്റേഷനും യോഗ പോലെയുള്ള കാര്യങ്ങളും ഉപയോഗപ്പെടുത്തി നമ്മുടെ മൈൻഡ് ഹെൽത്തിനെ, മാനസികാരോഗ്യത്തെ ഡെവലപ്പ് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ മനസ്സിനെ അലട്ടുന്നുണ്ട് എങ്കിൽ, എല്ലാ സമയത്തും നമ്മളറിയാത്ത ഒരു ടെൻഷൻ നമ്മുടെ കൂടെയുണ്ട് എങ്കിൽ, അല്ല എങ്കിൽ കുറച്ച് നമ്മൾ ഓർമ്മക്കുറവ് പോലെയുള്ള കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതിനോട് പ്രതികരിക്കാനും കഴിയാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഒരു പ്രൊഫഷണലിനെ കണ്ട് നമ്മൾ ഉപദേശം തേടാം. നമ്മൾ പനി പിടിച്ചാൽ ഡോക്ടറെ അടുത്ത് യാതൊരു മടിയുമില്ലാതെ പോകുന്നു. എന്നാൽ നമ്മുടെ ശരീരത്തെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ ജീവിതത്തെ തന്നെ നിയന്ത്രിക്കുന്ന നമ്മുടെ മാനസികാരോഗ്യത്തെ കുറിച്ച് പൊതുവെ ആളുകൾക്ക് എന്തോ ചില കാര്യങ്ങളാൽ അതിൽ അശ്രദ്ധരാണ്. നമ്മളൊരു സൈക്കോളജിസ്റ്റിനെയോ അല്ല എങ്കിൽ ഒരു മാനസിക രോഗ വിദഗ്ധനെയോ കൗൺസിലറെയോ കാണുമ്പോഴേക്കും നമുക്കെന്തോ ഭ്രാന്ത് പിടിച്ചോ എന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ നോക്കിക്കാണുന്നു. അതില്ലാതെ നമ്മൾ നമ്മുടെ മാനസിക ആരോഗ്യത്തെ കൃത്യമായി അനലൈസ് ചെയ്യുകയും അതിനെക്കുറിച്ച് നമ്മൾ ഒരു അവയർനെസ് ഉണ്ടാക്കുകയും ആവശ്യമാണ് എങ്കിൽ ആ മേഖലയിലെ പ്രൊഫഷണലുകളെ തേടി ചെല്ലുകയും പരിഹാരം നാം കണ്ടെത്തുകയും ചെയ്യണം. അല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തെ അത് സാരമായി ബാധിക്കും. പക്വതയോടുകൂടി കാര്യങ്ങളെ നിയന്ത്രിക്കാനും നമ്മുടെ വൈകാരിക തലങ്ങളെ നിയന്ത്രിക്കാനും ഒക്കെയുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെടും. എല്ലാ സമയത്തും ഇമോഷണലി പെരുമാറുന്ന, സംഭവിക്കാത്തത് പോലും സംഭവിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ രണ്ടാളുകൾ സംസാരിക്കുകയാണ് എങ്കിൽ അവർ എന്നെ കുറിച്ചാണോ ആ പറയുന്നത് എന്ന അർത്ഥത്തിൽ ചിന്തിക്കുന്ന അവസ്ഥ വരെ വന്നുപെടുകയും നമ്മുടെ റിലേഷൻഷിപ്പുകളെയും നമ്മുടെ ബന്ധങ്ങളെയും നമ്മുടെ മറ്റു ജോലി സാധ്യതകളെയും നമ്മുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിനെ അത് സാരമായി ബാധിക്കും. അതുകൊണ്ട് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ കൃത്യമായി കെയർ ചെയ്യാൻ നാം ശ്രദ്ധിക്കുക. പക്വതയുള്ള ഒരു വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യാൻ നാം നാലാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഡോൺ ജഡ്ജ് ടു ഏർലി. നമ്മൾ എത്രയും പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടെത്തുക, എത്രയും പെട്ടെന്ന് ആ അഭിപ്രായം, നമ്മുടെ അഭിപ്രായം കണ്ടെത്തുക. അല്ല എങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ കണ്ടെത്തി അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനത്തിനോട് നമുക്ക് വിയോജിപ്പുണ്ടാകാം. പക്ഷേ ആ കണ്ട മാത്രയിൽ തന്നെ അതിനെ ജഡ്ജ് ചെയ്യുകയും അതിനെ വിലയിരുത്തുകയും അതിന് അനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യുക. ഒരു പക്ഷേ ഒരാളൊരു കാര്യം ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന്, അല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ ഉള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിലായിരിക്കാം. നമ്മളോട് ഒരാൾ മോശമായി പെരുമാറുമ്പോൾ പോലും അദ്ദേഹം ആ പെരുമാറുന്നതിനൊരു പ്രത്യേക കാരണങ്ങൾ ഉണ്ടാകും. അദ്ദേഹത്തിന്റെ ഒരു മുൻ അനുഭവമാകാം, ഒരു എക്സ്പീരിയൻസ് ആവാം, അല്ലെങ്കിൽ അദ്ദേഹം കേട്ടത് അങ്ങനെയാകാം, അദ്ദേഹത്തിന്റെ തെറ്റായ വിലയിരുത്തലാകാം. അങ്ങനെയൊക്കെ നമ്മൾ ഒരാളുടെ ഒരു പ്രവർത്തനം കണ്ടുകൊണ്ടോ ഒരാളുടെ ബോഡി ഷേപ്പ് കണ്ടുകൊണ്ടോ ഒരാളുടെ ഇമേജ് കണ്ടുകൊണ്ടോ നമ്മൾ ഒരിക്കലും വിലയിരുത്താൻ പോകരുത്. ഏത് കാര്യത്തിലായാലും, ഒരു സംഭവമാണ് എങ്കിലും, ഒരു വ്യക്തിയാണ് എങ്കിലും, ഒരു സാഹചര്യമാണ് എങ്കിലും, ഒറ്റ നോട്ടത്തിൽ എത്രയും പെട്ടെന്ന് വിലയിരുത്തലിലേക്കും ജഡ്ജ്മെന്റിലേക്കും നാം പോകാതെ അതിൻ്റെ യഥാർത്ഥ കാരണങ്ങളെ നാം അറിയാൻ ശ്രമിക്കുകയും അതിൻ്റെ പിന്നാമ്പുറത്തുള്ള കഥകളെ കുറിച്ച് നാം പഠിക്കുകയും അതനുസരിച്ച് നാം വിലയിരുത്തുകയും പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ അതിനൊരു റിയാലിറ്റിയും അതിനൊരു കൃത്യതയും ഉണ്ടാകും. അങ്ങനെ കൃത്യമായി നാം പ്രതികരിക്കുമ്പോഴാണ് പക്വതയുള്ള ഒരു മനുഷ്യനായി നാം മാറുന്നത്. അതുകൊണ്ട് ഡോൺ ജഡ്ജ് ടു ഏർലി, ഏറ്റവും എളുപ്പത്തിൽ സൊല്യൂഷനിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ അതിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്തുന്ന ആ സ്വഭാവം നാം മാറ്റിയെടുക്കുക. ഒരു വ്യക്തിയെയാണെങ്കിലും, ഒരു സാഹചര്യത്തെയാണെങ്കിലും, ഒരു സംഭവത്തെയാണെങ്കിലും, ആ സംഭവത്തിന്റെ, ആ സാഹചര്യത്തിന്റെ, ആ വ്യക്തിയുടെ അത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ എന്താണുള്ളത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് നാം പ്രതികരിച്ചാൽ നാം ഒരു പക്വതയുള്ള വ്യക്തിത്വമായി മാറും. പക്വതയുള്ള ഒരു വ്യക്തിത്വമായി മാറാൻ അഞ്ചാമതായി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബി സൈലന്റ് ഓവർ നോൺസെൻസ് ഫൈറ്റ്. അനാവശ്യമായുള്ള സംഘർഷവേളകളിൽ നാം നിശബ്ദരാകുക. ഒരാൾ നമ്മളോട് ഒരു കാരണവുമില്ലാതെ ഒരു പ്രശ്നത്തിന് വരികയാണെങ്കിൽ ആ സമയത്ത് നാം കൃത്യമായ സൈലൻസ് കീപ് ചെയ്യുക, നിശബ്ദനാകുക.
അത് നമുക്ക് ഗുണമേ ചെയ്യുകയുള്ളൂ. അല്ലാതെ അയാളുമായി ആർഗ്യൂ ചെയ്യാൻ, അയാളുമായി വാഗ്വാദത്തിന് നമ്മൾ മുന്നോട്ട് പോയാൽ, തർക്കത്തിന് പോയാൽ അതിൻ്റെ ബാക്കിപത്രം എന്നത് ഒരുപക്ഷെ നാം ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലായിരിക്കും. ഈ നോൺസെൻസ് ആയിട്ടുള്ള ഫൈറ്റിലേക്ക്, നോൺസെൻസ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നാം പരമാവധി തലയിടാതിരിക്കുക, നാം അവിടെ സൈലൻ്റായി നിൽക്കുക. കാര്യങ്ങൾ നാട്ടിൽ പലതും സംഭവിക്കും, പല വ്യക്തികളും അവരുടെ സ്വഭാവങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കും. അവിടെയൊക്കെ നാം സൈലൻ്റ് ആയാൽ അത് നമുക്ക് നന്മ മാത്രമേ വരുത്തൂ. അല്ലാതെ നമ്മൾ അതിനനുസരിച്ച് പ്രതികരിക്കാൻ നിന്നാൽ നമ്മളും ആ നോൺസെൻസിൽ ചെന്ന് ചാടുകയും അതിൻ്റെ ഫലം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സാഹചര്യങ്ങളെയും നമ്മുടെ വളർച്ചയും ഒക്കെ സാരമായി ബാധിക്കുന്ന രീതിയിലായിരിക്കും. അതുകൊണ്ട് അത്തരം അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിലും അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളുടെ സമയങ്ങളിലും നാം സൈലൻ്റായി നിശബ്ദമായി അതിനെ നോക്കിക്കാണുക എന്നതാണ് പക്വതയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ അടയാളം. പക്വതയുള്ള വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യാൻ ആറാമതായി നാം ശ്രദ്ധിക്കേണ്ടത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് ഫോർ ഹാപ്പിനെസ്. നമുക്ക് സന്തോഷിക്കണമെങ്കിൽ നാം തന്നെ അതിന് തയ്യാറാകണം. നമ്മൾ തന്നെയായിരിക്കണം നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം. നമ്മുടെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങളായിരിക്കണം, നമ്മളിൽ നാം കണ്ടെത്തുന്ന കാര്യങ്ങളായിരിക്കണം നാം സന്തോഷിക്കുന്നതിന് കാരണമായി തീരേണ്ടത്. അല്ലാതെ മറ്റുള്ളവർ സന്തോഷിപ്പിച്ചാൽ സന്തോഷിക്കുന്ന രീതിയിൽ, മറ്റുള്ളവർ എന്തെങ്കിലും കോംപ്ലിമെന്റ് നൽകുമ്പോൾ സന്തോഷിക്കുന്ന രീതിയിൽ നാം ആയി തീർന്നാൽ അവർ നമുക്ക് കോംപ്ലിമെന്റ് തരാതിരിക്കുമ്പോൾ നാം സങ്കടപ്പെടും. നമ്മളെ അവർ സങ്കടപ്പെടുത്തുമ്പോൾ നമ്മൾ കൂടുതൽ സങ്കടത്തിലേക്ക് പോകും. അല്ലാതെ നമ്മുടെ വിഷയങ്ങളെ കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട് നമ്മളുടെ കാര്യങ്ങളുടെ പ്രോഗ്രസ്സിനെ വിലയിരുത്തിക്കൊണ്ട് അല്ല എങ്കിൽ ആ സന്തോഷം കണ്ടെത്താനുള്ള മാർഗം നമ്മുടെ ഇന്നർ പവറിൽ നിന്ന് തന്നെ നാം കണ്ടെത്തണം. നമ്മളെ തിരിച്ചറിയാൻ, നമ്മളെ സന്തോഷിപ്പിക്കാൻ നമ്മളെക്കാൾ മിടുക്കരായിട്ടുള്ള നല്ലവരായിട്ടുള്ള മറ്റാരുമില്ല. നമ്മളാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തെ അറിയുന്നത്, നമ്മുടെ യഥാർത്ഥ സന്തോഷങ്ങളെ അറിയുന്നത്. അപ്പോൾ സന്തോഷിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നാം ചെയ്യുകയും നമ്മുടെ ലൈഫിൽ നാം നിശ്ചയിച്ചുള്ള അച്ചീവ്മെന്റുകളിൽ ഗോളുകൾ അച്ചീവ് ചെയ്യുമ്പോൾ അത് ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കാര്യമാണ് എങ്കിൽ പോലും അതിൽ നാം സ്വയം സന്തോഷിക്കുകയും മറ്റുള്ളവർ കൈയടിക്കുമ്പോഴും മറ്റുള്ളവർ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോഴും മറ്റുള്ളവർ നമുക്ക് കോംപ്ലിമെന്റ് നൽകുമ്പോഴും മാത്രം സന്തോഷിക്കുന്ന ആ രീതി ഉണ്ടായാൽ, ആരുമില്ലാത്ത സമയങ്ങളിൽ ആരും ഒന്നും നൽകിയില്ല എങ്കിൽ, ആരും നമ്മുടെ സംസാരത്തിന് നമ്മുടെ കാര്യങ്ങൾക്ക് നാം ചെയ്തതിന് കൈയടിച്ചില്ല എങ്കിൽ നമുക്ക് സന്തോഷം വരാതിരിക്കുകയും പകരം അതൊരു ദുഃഖഭാരമായി മാറുകയും ചെയ്യും. അങ്ങനെയല്ലാതെ നമ്മുടെ സന്തോഷത്തിന് കാരണം നമ്മൾ തന്നെയാകുകയും നമ്മുടെ സന്തോഷത്തിനുള്ള കാരണങ്ങൾ നാം കണ്ടെത്തുകയും അതിലൂടെ നാം സന്തോഷിക്കുകയും ചെയ്യുന്നതാണ് പക്വതയുള്ള ഒരു മനുഷ്യന്റെ ലക്ഷണം. അതുകൊണ്ട് ഈ 6 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം സൂക്ഷിച്ചുകൊണ്ട് നല്ല പക്വതയോടുകൂടി ഏത് സാഹചര്യത്തിലും പെരുമാറുന്ന ഒരു വ്യക്തിയായി, ഒരു വ്യക്തിത്വമായി നാം രൂപപ്പെടുകയും അതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു പോസിറ്റീവായിട്ടുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.